ആലിലത്താലി. രചന സീതാകൃഷ്ണ. അവതരണം നന്ദുവച്ചു കൃഷ്ണ. രാവിലെ കൃഷ്ണ കണ്ണു തുറക്കുമ്പോൾ അവൾ ഹരിയുടെ കൈക്കുള്ളിലായിരുന്നു. ഹരി അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. അവൾ എഴുന്നേറ്റ് അവനെ ഒന്ന് നോക്കി. നെറ്റിയിലേക്ക് വീണുകിടന്ന അവന്റെ മുടി ഒതുക്കി വെച്ച് ഒരു ഉമ്മ കൊടുത്തു. എഴുന്നേറ്റ് താഴെപ്പോയി കുളി കഴിഞ്ഞ് അനുവിന്റെ അരികിലേക്ക് ചെന്നു. അനു. അനു, എഴുന്നേൽക്ക്. നേരെ ഒരുപാടായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോകണമെന്ന്. ഇനി വൈകിയാൽ നട അടയ്ക്കും പെണ്ണെ. എടി, ഞാൻ വരണോ? നീ നിന്റെ കണവനും കൂടി പോയാൽ പോരെ? ഞാൻ വന്നാൽ വെറുതെ കട്ടറും ഭാഗത്തേയുള്ളൂ. എടി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്റെ ആഗ്രഹം. അതിന് നീയും സാക്ഷിയായി നീയും ഗോപിച്ചേട്ടനും വേണം. അതുകൊണ്ട് മോള് പോയി ചേട്ടനെ വിളിക്ക്. എന്നിട്ട് വേഗം പോയി ഒരുങ്ങി വാ. ഞാൻ ഹരിയേട്ടനെ ഒന്നുകൂടെ വിളിക്കട്ടെ? അതും പറഞ്ഞ് കൃഷ്ണ എഴുന്നേറ്റതും അനു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. കൃഷ്ണ അവളെ തിരിഞ്ഞു നോക്കി. എന്താടാ കിച്ചു, നീ ഇപ്പോ ഒത്തിരി സന്തോഷത്തിലാണ്. ഞാൻ കണ്ടതിന് ശേഷം ആദ്യമായാണ് നിന്റെ മുഖത്ത് ഇത്രയും വെളിച്ചം ഞാൻ കാണുന്നത്. ഇനി എന്നും ഈ മുഖം ഇതുപോലെ തന്നെ തെളിഞ്ഞിരിക്കണം. കൃഷ്ണ അനുവിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഇനി എന്റെ ചേട്ടായിയെ വിഷമിപ്പിച്ചാൽ ഞാനായിരിക്കട്ടോ നിനക്ക് കൊട്ടേഷൻ തന്ന് കൊടുക്കുന്നത്. കേട്ടോടി ഭദ്രകാളി. അതും പറഞ്ഞ് അനു അവളെ കിടക്കയിലേക്ക് തള്ളിയിട്ട് ഓടിപ്പോയി. കൃഷ്ണ ചിരിച്ചുകൊണ്ട് മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി. റൂമിൽ ചെന്നപ്പോൾ ഹരി അപ്പോഴും നല്ല ഉറക്കം. ഹരിയേട്ടാ, ഹരിയേട്ടാ, എഴുന്നേൽക്ക് ഹരിയേട്ടാ, അമ്പലത്തിൽ പോവണ്ടേ? ഹരി പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. അയ്യോ, ഞാൻ ഉറങ്ങിപ്പോയി. അത് സാരമില്ല. ഒരുപാട് നാളായിട്ടുണ്ടാവില്ലേ ഇങ്ങനെ സ്വസ്ഥയൊന്ന് ഉറങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ഉറങ്ങട്ടേന്ന് കരുതി. കുളിച്ചിട്ട് വാ, ഞാൻ ഇടാനുള്ളത് എടുത്തു വെക്കാം. ഹരി എഴുന്നേറ്റ് അവളുടെ അരികിൽ നിന്നും നെറ്റിയിൽ ഉമ്മ കൊടുത്തു. കണ്ണിറുക്കിക്കൊണ്ട് താഴേക്കും പോയി. 4 പേരും കൂടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കൃഷ്ണ സെറ്റ് സാരിയാണ് ഉടുത്തത്. അനുവും ഗോവിന്ദും മുന്നിലും ഹരിയും കൃഷ്ണയും അവർക്ക് പിന്നാലെയും ചെന്നു. കൃഷ്ണ അനുവിനെയും ഗോവിന്ദനെയും ശ്രദ്ധിക്കുകയായിരുന്നു. കളിച്ച് ചിരിച്ച് വളരെ സന്തോഷത്തിലാണ് അവർ നടക്കുന്നത്. ഹരിയേട്ടാ, എന്താ വേണി? അനുവും ഗോവിന്ദും തമ്മിൽ ഇഷ്ടത്തിലാണോ? ഹരി ചിരിച്ചു. എന്തേ നീ ചോദിച്ചത്? അല്ല, അവരുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തൊക്കെയോ സംശയം. നീ ചോദിച്ചില്ലേ അവളോട്? ചോദിച്ചു. പക്ഷെ ഒന്നുമില്ലെന്നാണ് അവൾ പറഞ്ഞത്. എന്നാൽ അവൾ നിന്നോട് നുണ പറഞ്ഞതാണ്. നിന്നെ പേടിച്ചിട്ടാവും. അതിന് അവൾ ഇവിടെ വന്നിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ. അവളുടെ സ്വഭാവം വെച്ചിട്ട് പെട്ടെന്ന് ഒരാളുമായി ഇത്രയും അറ്റാച്ച്മെന്റ് ആവാൻ വഴിയില്ല. അതിന് ആര് പറഞ്ഞു അവർ തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ചയേ ആയുള്ളെന്ന്? കൃഷ്ണ ഞെട്ടിക്കൊണ്ട് ഹരിയെ നോക്കി. പിന്നെ അവര് കഴിഞ്ഞ 6 മാസമായി പരിചയക്കാരാണ്. പക്ഷെ അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം. 6 മാസമോ? അതെങ്ങനെ? അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. കൃഷ്ണ ആകെ അമ്പരന്നുകൊണ്ട് വായും പൊളിച്ചു നിന്നു. ഹരിക്ക് അത് കണ്ട് ചിരിയാ വന്നത്. അവൻ കൃഷ്ണയുടെ വായി കൈകൊണ്ട് അടച്ചു. എന്നിട്ട് ചുമലിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു. കൃഷ്ണ സംശയത്തോടെ ഹരിയെ നോക്കി. അവൻ 2 കണ്ണും അടച്ച് ശരിയാണെന്ന പോലെ അവളെ നോക്കി. അന്ന് ഗോവിന്ദ് എന്നെ രക്ഷിച്ച് കീഴൂർ മഠത്തിൽ എത്തിച്ചതിനു ശേഷം എനിക്ക് അല്പം മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. വൈദ്യർ പറഞ്ഞതനുസരിച്ച് ഗോവിന്ദ് വീണ്ടും നിന്നെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ നിന്നെക്കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ അവിചാരിതമായിട്ട് ഒരു ദിവസം അവന്റെ ഒരു ഫ്രണ്ടിന്റെ ഫേസ്ബുക്കിൽ അവരുടെ ഓഫീസിലെ ഓണാഘോഷ പരിപാടിയുടെ ഫോട്ടോ കണ്ടത്. അതിൽ അവനെ കണ്ടു. ഞങ്ങളുടെ ഓഫീസിലെ ഏത് ഫ്രണ്ട്? അനുപ്രിയ. ഞങ്ങളുടെ പ്രിയ. ഏത് പ്രിയ ചേച്ചിയോ? ആ, അവള് തന്നെ. ഞാൻ കാരണം നാടുവിട്ടു പോയ പ്രിയ തന്നെ. ഗോവിന്ദ് അവളുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ? അവൻ നിന്നെ അന്വേഷിച്ച് മുംബൈയിലേക്ക് വന്നു. പ്രിയയുമായി സംസാരിച്ചു. അവളാണ് നീയും അനുവും തമ്മിൽ നല്ല ഡീപ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ നീ അറിയാതെ അവളെ ചാക്കിട്ട് പിടിച്ചു. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ നിന്നു. അങ്ങനെയാണ് അവൾ നിന്റെ വീട്ടിലേക്ക് വിളിച്ച് നിന്നെ നാട്ടിലെത്തിക്കാൻ മുൻകൈ എടുത്തത്. അവള് തന്നെയാണ് അച്ഛനോട് അവൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ ഒഴിവുണ്ടെന്നും നിനക്ക് അവിടെ തന്നെ ജോലി നോക്കാൻ പറഞ്ഞതും. പക്ഷേ എന്റെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ.
ഭാഗ്യത്തിന് ആ കമ്പനിയുടെ എം ഡി നിന്റെ അച്ഛന്റെ ഫ്രണ്ടുമായിരുന്നു. പിന്നെ അവൻ ഇവിടെ ഒരു ഹെൽപ്പിന് വേണ്ടി അവളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത്രയൊക്കെ ഉള്ളൂ. ഹരി ചിരിയോടെ പറഞ്ഞു നിർത്തി. കൃഷ്ണ സത്യം പറഞ്ഞാൽ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ താടിക്ക് കൈയും കൊടുത്തു നിന്നു. അത് കണ്ട് ഹരി പൊട്ടിച്ചിരിച്ചു. അവന്റെ ചിരി കണ്ട് അനുവും ഗോവിന്ദും തിരിഞ്ഞു നോക്കി. എന്താടാ നിന്ന് ചിരിക്കുന്നത്? അതുപോലെ കിച്ചു എന്താ ഈ കിളിപോയ പോലെ നിൽക്കുന്നത്? അത് ഞാനൊരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുത്തതാ. എന്ത് ഫ്ലാഷ് ബാക്ക്? നിന്റെ അനുവിന്റെ. അത് കേട്ടതും അനു ഒന്ന് പരിങ്ങി. കൃഷ്ണ അവളുടെ വയറിനിട്ടൊരു കുത്തു കൊടുത്തു. എടി ഭയങ്കരി, നീയപ്പോ ഇവരുടെ ഏജന്റ് ആയിരുന്നല്ലേ? എന്തായിരുന്നു അവരുടെ ഒരു അഭിനയം! ഇത് നീ സിനിമയിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, മിനിമം ഒരു നാഷണൽ അവാർഡെങ്കിലും കിട്ടിയേനെ. അനു ചമ്മിയ ചിരിയോടെ അവളെ നോക്കി. സോറി കിച്ചു, നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഓർമ്മയിൽ. സോറിടി. സാരമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളൂ. നീയും ഗോപിച്ചേട്ടനും ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് എന്റെ ഹരിയേട്ടനെ തിരിച്ചു കിട്ടിയത്. അതിന് എങ്ങനെ നിങ്ങളോട് നന്ദി പറയും? കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ഇനി വർത്തമാനം പറഞ്ഞു തന്നാൽ നട അടയ്ക്കും കേട്ടോ. വേഗം വായോ. ഗോവിന്ദ് അവരെ വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി. കൃഷ്ണ അവൾ കൊണ്ടുവന്ന താലിമാല തിരുമേനി ഏൽപ്പിച്ചു. 4 പേരും തൊഴുതു വന്നപ്പോൾ തിരുമേനി പൂജിച്ച താലിയുമായി വന്നു. ഹരി അത് വാങ്ങി നടയിൽ തൊഴുതു നിന്ന കൃഷ്ണയുടെ മുന്നിൽ വന്നു. എല്ലാ ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് ഹരി ഒരിക്കൽ കൂടി ആ താലി കൃഷ്ണയുടെ കഴുത്തിൽ കെട്ടി. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. ഹരി ഇലച്ചീന്നിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം എടുത്ത് കൃഷ്ണയുടെ സീമന്തരേഖയിൽ ചാർത്തി. ഗോവിന്ദും അനുവും അത് കണ്ട് മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. കൃഷ്ണയും ഹരിയും കൈകൾ കോർത്തുപിടിച്ച് തിരിഞ്ഞു നടന്നു. അപ്പോൾ അവരെ തന്നെ നോക്കിക്കൊണ്ട് വിഷ്ണു നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു നിന്നു. വിഷ്ണു ഒരു പുഞ്ചിരിയോടെ അവർക്കരികിലേക്ക് വന്നു. ഹരിക്കും കൃഷ്ണയ്ക്കും അയാളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. വിഷ്ണു അവർക്കരികിലേക്ക് വന്ന് ഹരിയുടെ നേർക്ക് കൈ നീട്ടി. ഹരി അല്പ സങ്കോചത്തോടെയാണ് അയാൾക്ക് കൈ കൊടുത്തത്. അവർക്ക് തന്നെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിഷ്ണുവിനും മനസ്സിലായി. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഹരി കൃഷ്ണയെ നോക്കി. എന്നിട്ട് വിഷ്ണുവിനോട് ശരിയെന്ന പോലെ തലയനക്കി. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. ആൾത്തറയുടെ അവിടെ ഒന്ന് നിൽക്കുമോ? ശരി. വിഷ്ണു തൊഴാനായി പോയപ്പോൾ ഹരി കൃഷ്ണയുടെ കൈപിടിച്ച് ആൽത്തറയ്ക്കരികിലേക്ക് പോയി. കൃഷ്ണയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. വിഷ്ണുവിനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഹരിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഗോവിന്ദും അനുവും അവരോട് സംസാരിക്കാൻ പറഞ്ഞ് അമ്പലക്കുളത്തിനരികിലേക്ക് പോയി. വിഷ്ണു തൊഴുതു കഴിഞ്ഞ് അവർക്കരികിലേക്ക് വന്നു. അവരയാളെ കണ്ട് മങ്ങിയൊരു ചിരി സമ്മാനിച്ചു. എന്താ കിച്ചു, ചിരിക്ക് വോൾട്ടേജ് ഒട്ടും പോരല്ലോ. വിഷ്ണുവേട്ടാ, അത് ഞാൻ വെറുതെ പറഞ്ഞതാടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അതിന്റെ ആവശ്യമില്ല. കഴിഞ്ഞതെല്ലാം ഓർത്ത് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഹരി അയാളെ നോക്കി. സോറി വിഷ്ണു, എല്ലാം ഞാൻ കാരണമായിരുന്നു. അങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ കാരണം നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു. സോറി. അതൊക്കെ കഴിഞ്ഞില്ലേ ഹരി. പിന്നെ ആദ്യമൊക്കെ എനിക്ക് അയാളോട് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇല്ലാട്ടോ. കഥകളൊക്കെ മാധവനങ്കിൾ എന്നോട് പറഞ്ഞു. കൃഷ്ണയെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. കൂടെ കൂട്ടണമെന്ന് തോന്നി. അങ്ങനെയാണ് കല്യാണം ഉറപ്പിച്ചത്. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവൾ എന്നെ സ്നേഹിച്ചിരുന്നതായി എനിക്ക് തോന്നിയിരുന്നില്ല. അവൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമാണ് ഇതൊക്കെ സമ്മതിച്ചത്. കല്യാണം കഴിയുമ്പോൾ ശരിയാകുമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാ മനസ്സിലായത് എന്തുകൊണ്ടാണ് അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയാതിരുന്നതെന്ന്. അവളുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് ഹരിയുടെ അന്നത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. 4 മാസം മാത്രമേ എനിക്ക് കൃഷ്ണയോടുള്ള ഇഷ്ടത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവളെ നഷ്ടപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പോ വർഷങ്ങളോളം അവളെ മനസ്സിലിട്ട് നടന്ന ഹരി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഹരിയെ മനസ്സിലാവും. പിന്നെ ഇപ്പോ എനിക്ക് സന്തോഷമായി. വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്നതിന് സാക്ഷിയാകാൻ കഴിഞ്ഞല്ലോ. പിന്നെ രണ്ടാളെയും കൂടി ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഹരിയും കൃഷ്ണയും അമ്പരപ്പോടെ അയാളെ നോക്കി. വിഷ്ണു അപ്പോൾ നടയിറങ്ങി വരുന്നൊരു പെൺകുട്ടിയെ കൈ കാട്ടി അവനരികിലേക്ക് വിളിച്ചു. അവളുടെ കയ്യിൽ 1 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുണ്ടായിരുന്നു. അവരടുത്തു വന്ന് വിഷ്ണു അവരെ ചേർത്ത് പിടിച്ചു. ഇത് എന്റെ ഭാര്യ വീണ, ടീച്ചറാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ. അന്ന് കല്യാണം മുടങ്ങിയപ്പോൾ ഞാനാകെ തകർന്നുപോയി. പിന്നെ ഇവളാണ് എന്നെ അതിൽ നിന്നെല്ലാം മാറ്റിയെടുത്തത്. പകരം ഞാൻ എന്നെ തന്നെ അവൾക്ക് കൊടുത്തു.
കൃഷ്ണ വന്ന് ആ കുട്ടിയെ കയ്യിലെടുത്ത് കൊന്നിച്ചു. വാവയുടെ പേരെന്താ? കൃഷ്ണേന്ദു. വീണയാണ് അത് പറഞ്ഞത്. കൃഷ്ണ വിഷ്ണുവിനെ ഒന്ന് നോക്കി. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോ ശരി, ഞങ്ങൾ പോട്ടെ. ഞങ്ങളിപ്പോൾ സ്കൂളിനടുത്ത് തന്നെ ഒരു വീട് വാങ്ങിയിട്ടുണ്ട്. ഒഴിവ് കിട്ടുമ്പോൾ രണ്ടാളും കൂടി ഒരു ദിവസം അവിടേക്ക് ഇറങ്ങും. വരാം, ഹരി പറഞ്ഞു. വിഷ്ണുവും വീണയും മോളെയും കൊണ്ട് കാറിൽ കയറിപ്പോയി. ഹരി കൃഷ്ണയുടെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചു. മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ, അല്ലേ വേണി? ശരിക്കും. എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ആ മനുഷ്യനോട് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞില്ലേ ഹരിയേട്ടാ. അവർ അവരുടെ ജീവിതവും തിരഞ്ഞെടുത്തു. ഹരിയേൺ ഇനിയും അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടല്ലേ. ഇല്ല വേണി, ഇനി എനിക്കൊരു സങ്കടമില്ല. നീയല്ലേ എന്റെ കൂടെ. പിന്നെന്തിനാ ഞാൻ വിഷമിക്കുന്നത്? ഇന്നു മുതൽ നമുക്കും ജീവിച്ചു തുടങ്ങണം. ഹരി ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു നടന്നു. അവർ ചെല്ലുമ്പോൾ ഗോവിന്ദവനുവും ഒരുമിച്ച് കുളപ്പടവിൽ ഇരിപ്പുണ്ട്. എടാ, മതി കുറുകിയത്, ബാക്കി വീട്ടിൽ ചെന്നിട്ട്. ഹരി പറഞ്ഞതും രണ്ടാളും ഒരു ചമ്മലോടെ എഴുന്നേറ്റ് അവരുടെ അരികിലെത്തി. എന്റെ ഹരി, നിന്റെ കാര്യമെല്ലാം ഓക്കെ ആയില്ലേ? ഇനി ഞാൻ എന്റെ ലൈഫും സെറ്റാക്കിക്കോട്ടെ. ശരി ശരി, അതൊക്കെ ശരിയാക്കാം. ഇപ്പൊ വീട്ടിലേക്ക് പോകാം. അവർ നാലാളും കൂടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാധവനും ഇന്ദുവും പൂമുഖത്തിരിപ്പുണ്ടായിരുന്നു. ഹരിയുടെ കൈപിടിച്ച് കൃഷ്ണ വരുന്നത് കണ്ടതും രണ്ടാൾക്കും സന്തോഷമായി. അവളുടെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരം കൂടി കണ്ടതോടെ ഇന്ദു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. സന്തോഷമായി കിച്ചൂട്ടാ. എത്ര നാളെ എന്റെ മോളെ ഇങ്ങനെയൊന്ന് കാണാൻ ഞങ്ങൾ കൊതിക്കുന്നെന്നറിയോ? അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. എന്റെ മോള് എന്നും ഇങ്ങനെ സുമംഗലിയായിട്ടിരിക്കട്ടെ. മാധവൻ വന്ന് ഹരിയുടെ കയ്യിൽ പിടിച്ചു. നന്നായി മോനെ, ഇനി എന്നും നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാൽ മതി ഞങ്ങൾക്ക്. ആ, ഇനി എല്ലാരും പോയി വേഷമൊക്കെ മാറി വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ഇന്ദു പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഹരിയും കൃഷ്ണയും മുകളിലേക്കും പോയി. അനു റൂമിൽ ചെന്ന് മാറ്റാനുള്ള ഡ്രസ്സ് എടുത്ത് തിരിഞ്ഞതും മുന്നിൽ ഗോവിന്ദനെ കണ്ട് അമ്പരന്നു. താനെന്താ ഇവിടെ? അതെ, ഞാൻ തനിക്കൊരു ചെറിയ ഗിഫ്റ്റ് തരാൻ വന്നതാ. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? ദേ ഇത്. അതും പറഞ്ഞ് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചിട്ട് അവൻ വാതിലിന് പുറത്തേക്ക് ഓടി. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അതെ, ഗിഫ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു തന്നോളൂട്ടോ, എനിക്ക് വിഷമമൊന്നുമില്ല. അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അനു എന്താണ് സംഭവിച്ചെന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. പിന്നെ പുഞ്ചിരിയോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു. റൂമിലെത്തിയതും കൃഷ്ണ ഹരിക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്ത് അവൾക്ക് മാറ്റാനുള്ളതുമായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഹരി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് വാതിലടച്ചു. അവൾ ഹരിയെ നോക്കി. അത് കൃഷ്ണ തല താഴ്ത്തി. ഹരി അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. പിന്നെ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ പിടിച്ചു തിന്നില്ല, ഇവിടെ നിന്ന് മാറ്റിയാൽ മതി. അവൻ അവളെ അവിടെ വിട്ട് കട്ടിലിൽ കിടന്ന ഡ്രസ്സ് എടുത്ത് വേഷം മാറി. വീണ്ടും അവളുടെ അരികിൽ വന്നു. ഇരു കൈയും അവളുടെ തോളിലിട്ട് അവളുടെ തലയ്ക്ക് പിന്നിൽ വിരലുകൾ കോർത്തുപിടിച്ച് നെറ്റിയിലേക്ക് അവന്റെ നെറ്റി പൊട്ടിച്ചു. വേഷം മാറി വാ, ഞാൻ താഴെ ഉണ്ടാവും. അവനൊരു പുഞ്ചിരിയോടെ വാതിൽ തുറന്ന് താഴേക്ക് പോയി. കൃഷ്ണ പ്രണയത്തോടെ അവൻ പോകുന്നു നോക്കി നിന്നു. പിന്നെ വേഷം മാറി താഴേക്ക് ചെന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഗോവിന്ദ് ഫ്ലാറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞ് ബാഗ് പാക്ക് ചെയ്യുന്ന ഗോവിന്ദന്റെ അരിയിലേക്ക് അനു ചെന്നു. എന്തേ വന്നത്? ഇന്ന് തന്നെ പോണോ? ഇന്ന് തന്നെ പോവാണോ? പോണം. നാളെ തൊട്ട് ഓഫീസിൽ പോണം. ഇപ്പൊ 3-4 ദിവസമായില്ലേ ലീവ് എടുത്തത്. കുറെ പെൻഡിങ് വർക്കുണ്ട്. പിന്നെ അടുത്ത ആഴ്ച ലീവ് എടുക്കണം. നാട്ടിലൊന്ന് പോണം. അതിനു മുൻപ് കുറച്ച് ജോലിയുണ്ട്, അതാണ്. പിന്നെ ഹരി ഇവിടെ കംഫർട്ടായല്ലോ, അതുകൊണ്ട് ഇനി എന്റെ ആവശ്യമില്ല. അനു മുഖം താഴ്ത്തി നിന്നു. അത് കണ്ട് ഗോവിന്ദ് അടുത്തേക്ക് വന്ന് താടിയിൽ പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവന് വിഷമമായി. എന്തിനാ അനു കരയുന്നത്? നമുക്ക് നാളെ ഓഫീസിൽ കാണാലോ. പിന്നെ നമ്മുടെ കാര്യം സംസാരിച്ച് ശരിയാക്കാനാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. എത്രയും പെട്ടെന്ന് നിന്നെ സ്വന്തമാക്കാൻ. അവൻ പറഞ്ഞതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവനും അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൾ മുഖമുയർത്തി കണ്ണുകൾ തുടച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്ന് അവന്റെ ചുണ്ടിൽ ഉമ്മ വെച്ചിട്ട് അവള് തിരിഞ്ഞോടി. അതെ, എനിക്ക് ഗിഫ്റ്റ് ഇഷ്ടമായില്ല, അതാട്ടോ തിരിച്ചു തന്നത്. അതും പറഞ്ഞ് ഓടി വാതിൽക്കലെത്തിയതും അവിടെ ഹരിയും കൃഷ്ണയും ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അനു ചമ്മലോടെ അവരെ കടന്ന് ഓടിപ്പോയി. വായും പൊളിച്ച് അന്തം വിട്ട് നിൽക്കുന്ന ഗോവിന്ദന്റെ അരികിൽ വന്ന് ഹരി അവന്റെ പുറത്തൊരടി കൊടുത്തു. അവരെ കണ്ട് ചമ്മിയ ഗോവിന്ദ് ഒരു ചിരി ചിരിച്ചു. എന്റെ ഗോവിച്ചേട്ടാ,
അവൾക്ക് ഇഷ്ടമുള്ള വല്ല ഗിഫ്റ്റും കൊടുത്താൽ പോരായിരുന്നോ? കൃഷ്ണ അങ്ങനെ പറഞ്ഞതും മൂന്നാളും കൂടി ഒരിക്കൽ കൂടി വല്ലാണ്ട് പൊട്ടിച്ചിരിച്ചു. ഗോവിന്ദ് ഫ്ലാറ്റിലേക്ക് പോയി. അനു നാളെ മുതൽ ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു. കൃഷ്ണ കുറച്ചു ദിവസം കൂടി ലീവ് നീട്ടിയെടുത്തു. രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം ഒതുക്കി വെച്ച് മുകളിലേക്ക് പോകാൻ നിന്ന കൃഷ്ണയെ വിളിച്ച് ഇന്ദു ഒരു ഗ്ലാസ് പാല് കയ്യിലേക്ക് കൊടുത്തു. അവൾ അതുമായി മുകളിലേക്ക് ചെന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ടു ഹരി കട്ടിലിരിക്കുന്നത്. അവൾ വാതിലടച്ച് അവന്റെ അരികിൽ ചെന്ന് പാൽ ഗ്ലാസ് നീട്ടി. ഹരി അത് വാങ്ങിക്കുടിച്ച് പകുതി കൃഷ്ണയ്ക്കും കൊടുത്തു. അവൾ അതും കുടിച്ച് ഗ്ലാസ് മേശയുടെ മുകളിൽ വെച്ച് അവനരികിൽ വന്നിരുന്നു. ഹരി അവളെ നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങാം അല്ലേ? കൃഷ്ണ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ഇണക്കുരുവികളെ പോലെ കൊക്കുരുമി അവർ അവരുടെ ജീവിതം അവിടെ നിന്നും ആരംഭിച്ചു.